ഇപ്പൊ 2 നമ്പറും ലൈൻ ബിസിയാണ്. ഇവിടുത്തെ ആ 2 നമ്പർ എല്ലാവർക്കും വിളിച്ചായിരുന്നു. ഈ നമ്പർ കംപ്ലൈന്റ് സാറേ, ഞങ്ങൾ ഇന്ന് എത്ര 3 പ്രാവശ്യം 3 ദിവസം പോയി സാറേ. മൊബൈൽ നമ്പർ 2 മൊബൈൽ നമ്പർ പ്രോപ്പറായ മറുപടി കിട്ടുന്നില്ല. അപ്പൊ നമ്മളെ വന്ന് നോക്കിയതാണ്. രണ്ടാമത് മനസ്സിലാവും. വേറെ നിങ്ങളെ കൂടാതെ ഇതൊരു സീനിയർ ക്ലർക്ക് സാർ. സംസ്ഥാനത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. അവരവരുടെ വലിയ പ്രയാസമൊന്നും കിട്ടുന്നതാണ്. ഫോണെടുത്ത് പ്രോപ്പറായ ഒരു മറുപടി പറയാൻ കഴിയുന്നു. വിളിക്കാം. ഉത്തരം നിങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരമാവധി പരമാവധി ക്യൂവിന്റെ നീളം കുറയ്ക്കണം. വെയിലത്തൊന്നും നിൽക്കേണ്ട സ്ഥിതി വരുന്നില്ല. ആകെ ക്യൂ നിൽക്കാനുള്ള ദൂരം ഇത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ ആളെ കൂടിയിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കുന്നവരുടെ നോക്കണം. ശരി, ഡ്യൂറേഷൻ ഒന്ന് കുറച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി കിട്ടുന്ന ഒരു സെക്ഷൻ ഇതാണ്. പരീക്ഷാ ഭവൻ ഇവിടെ കളക്ഷന് കൊടുത്തു, ഡ്യൂപ്ലിക്കേഷൻ ആവശ്യപ്പെട്ടു. 2 മാസമായി 3 മാസമായി കിട്ടുന്നില്ല പോലെ. അതുകൊണ്ടാണ് ഞാനൊന്നൊന്ന് നേരെ നോക്കിയിരിക്കുന്നത്. തടസ്സം പറയുന്നത്. അപ്പൊ ഏതായാലും അതൊന്ന് പ്രോപ്പറാക്കണം. ആളുകളെ വല്ലാതെ ഡിലേ വരുത്തരുത്. നമ്മളെ പലതും വിളിക്കുന്നത് 2 മാസമായി. ഇതിലെ സെൽഫി ഇല്ല. നമുക്കൊരു സ്ഥിരമായി കിട്ടുന്നൊരു പരാതി ഇവിടെ നിന്ന് കറക്ഷന് വേണ്ടിയോ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയോ കൊടുത്തിട്ട് 3 മാസമായി 4 മാസമായി എന്നുള്ളൊരു പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്താണ് ഇതിനകത്ത് നടക്കണമെന്ന് കാണിച്ചിട്ട് വന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അത്യാവശ്യത്തിനാണല്ലോ ഈ ഡ്യൂപ്ലിക്കേറ്റും കറക്ഷനൊക്കെ വേണ്ടി വരുന്നത്. എല്ലാ ഒരാളുണ്ടല്ലോ അല്ലേ? ശരി. വേഗത്തിൽ പോകണം. എവിടേക്ക് തരാം, വേഗത്തിൽ ചെയ്തു തരാം. അവിടെ കൊണ്ടുപോകുന്നു. കളക്ഷനാണ് കൊടുത്തിട്ട് എത്രയായി? എന്താ 2 മാസമായോ? 2 മാസമായോ? അപ്പൊ നിങ്ങൾ അന്വേഷിച്ചപ്പോ എന്താ നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അന്വേഷിച്ചോ? A1 ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരോടും മറ്റാരോടും ചോദിച്ചു പോലെ ഡീറ്റെയിൽസ് കറക്റ്റ് അറിയാല്ലേ? ആ ഫൈൻ നമ്പർ തരും.